കോട്ടയം വൈക്കത്ത് നിന്നും ഒരു മർദ്ദന പരാതി വരുന്നുണ്ട്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേറ്റു എന്നാണ് പരാതി. വൈക്കം നഗരസഭ 13-ാം വാർഡിൽ വിജയിച്ച മണിയമ്മയ്ക്കാണ് മർദ്ദനമേറ്റത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, കൂടുതൽ വിവരങ്ങൾ എന്താണ് ടോബി? ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെയാണ് പ്രജിൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മണിയമ്മ അവർ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ഇവർക്ക് 120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവർ CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിനൊരു കാരണമായി മാറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അയ്യൻകുളങ്ങര സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്ത് വെച്ച് 8ഓളം വരുന്ന CPM പ്രവർത്തകർ, LDF പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഇവർ പരാതി പറഞ്ഞിരിക്കുന്നത്. ഈ മർദ്ദനത്തിൽ ഇവർക്കും അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്കും ഒരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ സംഭവം നടന്നത്. എന്തായാലും ഈ വാർഡിൽ നിന്നും 288 വോട്ടുകൾ നേടി 120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവർ വിജയിച്ചത്. ശരി, ടോബി ജോൺസൺ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. CPIM പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നതാണ് BJPയുടെ ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.